ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ട ഓംലേറ്റ് ആണ്. മുട്ട ഓംലേറ്റ് എങ്ങനെ ഇരിക്കണമെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമുക്ക് അതിന് ഉണ്ടാക്കണതിലേക്ക് പോകാം. ആദ്യം നമ്മൾ മുട്ട പൊട്ടിക്കണം, എന്നിട്ട് ഒഴിക്കണം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി കട്ട് ചെയ്യാം. ചുവന്നുള്ളിയാണ് പക്ഷേ കൈ മുറിയാണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ചുവന്നുള്ളിയാ. അയ്യോ, മാറിപ്പോയി, സോറി. ചുവന്നുള്ളിയാട്ടോ. കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാട്ടോ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. കുറച്ചൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഉപ്പ് കൂടുതലിട്ട മുട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. ഉപ്പിന്റെ ചുമ മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ നമുക്കിത് ഇളക്കാം. നന്നായിട്ട് ഇളക്കണമെങ്കിൽ നന്നായിട്ട് എടുക്കാം. എനിക്ക് നന്നായിട്ട് ഇളക്കണം. ഇത്രയും മതിയായിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതെന്റെ അമ്മയാണ് കത്തിച്ച തന്നെ. ഇനി നമുക്ക് ഇതിൽ വെച്ചേക്കണ എണ്ണ ചൂടാവണം. വെള്ളം പറ്റട്ടെ. ഇതിലെ വെള്ളം ഒന്ന് പറ്റട്ടെ, എന്നിട്ട് ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇച്ചിരി എണ്ണ കൂടിപ്പോയി, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി ഒന്ന് പരത്തി കൊടുക്കാം. ഞാനുണ്ടാക്കിയ ഷേപ്പൊന്നുമില്ല കേട്ടോ. അതൊന്നും ഓക്കെ, ഇത്ര മതി. ഇത് ഇനി ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം.
തിരിച്ചിട്ടിട്ടുണ്ട്. ഇന്നത്തെ സൈഡും കൂടി ഒന്ന് ചൂടാവട്ടെ. ഇത് കരിഞ്ഞു പോവാണ്ട് സൂക്ഷിക്കണം. മതി മതി മതി. ഓക്കെ, ഓഫാക്കാം. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലേക്ക് നമുക്ക് പ്ലേറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാണ്ട് സൂക്ഷിക്കണേ. ഇനി നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം. ചൂടാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊച്ചിനും ഒരു കഷ്ണം കൊടുക്കാം. കൊച്ചിനും കൂടെ ഒരു കഷ്ണം കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊച്ചിനും കൂടെ ഒരു കഷ്ണം. എന്റെ അനിയത്തിക്കും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.